നമസ്കാരം. 24 റൗണ്ട് അപ്പിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഫിൻചാൽ ചുഴലിക്കാറ്റിന്റെ മുൻഭാഗം കരതൊട്ടു. മണിക്കൂറിൽ 7 കിലോമീറ്റർ ആയിരുന്നു കാറ്റിന്റെ നേരത്തെ ഉണ്ടായിരുന്ന സഞ്ചാര വേഗം. മധ്യഭാഗം കരതൊടുമ്പോൾ 90 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 10 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ മഴ മുന്നറിയിപ്പ് ഓറഞ്ച് അലേർട്ടിലേക്ക് മാറ്റി. 100-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. ചെന്നൈയിൽ മഴക്കെടുതിയിൽ 3 മരണം. മുഹമ്മദ് റഹീസ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, നിലവിൽ എന്താണ് ചെന്നൈയിലെ സ്ഥിതി? റഹീസ്, ഉന്മേഷ്, അല്പസമയം മുമ്പ് മാത്രം പുതിയ മഴ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഈ മഴ മുന്നറിയിപ്പ് രാത്രി 1 മണി വരെയുള്ള മഴ മുന്നറിയിപ്പാണ്. അതുപ്രകാരം റെഡ് അലേർട്ടുള്ള ജില്ലകൾ 4 കുറഞ്ഞിട്ടുണ്ട്. പുതുച്ചേരി ഒഴികെ 4 ജില്ലകളിൽ കൂടിയാണ് നിലവിൽ റെഡ് അലേർട്ട് ഉള്ളത്. അതായത് തിരുവണ്ണാമലൈ, കള്ളാക്കുറിച്ചി, വിഴുപ്പുറം, ഒപ്പം തന്നെ കടലൂർ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് ഉള്ളത്. നേരത്തെ 10 ജില്ലകളിലധികം റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഇത് 6 കുറഞ്ഞു. പിന്നീട് ഇപ്പോൾ വീണ്ടും ഇത് 4 ജില്ലകൾ, പുതുച്ചേരി ഒഴികെ 4 ജില്ലകൾ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് മഴയുടെ മുന്നറിയിപ്പാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. ഇത് കാറ്റിന്റെ മുന്നറിയിപ്പല്ല. പ്രത്യേകിച്ച് ഈ 4 ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യും. അതിൽ തന്നെ വിഴുപ്പുറത്തും കടലൂരിലുമൊക്കെ ഇപ്പോൾ തന്നെ മഴ ശക്തമായി തന്നെ ഉണ്ട്. വിഴുപ്പുറത്താണ് ഇപ്പോൾ ഈ നേരം ഈ ചുഴലിക്കാറ്റ് തീരം തൊട്ടതിനു ശേഷം കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് ഈ വിഴുപ്പുറത്താണ്. ഒപ്പം കടലൂരിലും മഴ പെയ്യുന്നുണ്ട്. മറിച്ച് 20ഓളം ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെന്നൈയും ചെങ്കൽപ്പെട്ടും കാഞ്ചീപുരവും തിരുവള്ളൂരും അടക്കമുള്ള ജില്ലകളിലാണ്. നേരത്തെ റെഡ് അലേർട്ട് ഉണ്ടായിരുന്ന പല ജില്ലകളിലും ഇപ്പോൾ ഓറഞ്ച് അലേർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് മഴയുടെ കണക്കാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത് തന്നെയാണ് പറഞ്ഞത്. കാര്യം ഈ പറയുന്ന എല്ലാ ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകില്ല. മറിച്ച് റെഡ് അലേർട്ട് ഉള്ള 1-2 ജില്ലകളിലെ ചില മേഖലകളിലായിരിക്കും അതിശക്തമായിട്ടുള്ള മഴയുണ്ടാവുക. ബാക്കി ഓറഞ്ച് അലേർട്ടിന്റെ കാര്യത്തിലായാലും എല്ലാ ജില്ലകളിലെയും എല്ലായിടത്തും അതിശക്തമായുള്ളൊരു മഴ അനുഭവപ്പെടില്ല. പക്ഷേ ചില ജില്ലകളിലെ ചിലയിടങ്ങളിൽ മഴ, ഒപ്പം തന്നെ അത് വെള്ളക്കെട്ടായി മാറും എന്നുള്ള കാര്യം ഇപ്പോൾ പ്രത്യേകം തന്നെ പറയുന്നുണ്ട്. നേരത്തെ ചെന്നൈയിൽ അടക്കം പെയ്ത മഴ, അതിശക്തമായിട്ടുള്ള മഴ ചെന്നൈയിൽ പെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും രൂക്ഷമായ വെള്ളക്കെട്ട് പലയിടത്തുമുണ്ട്. ഏതാണ്ട് 200-ലധികം പ്രദേശങ്ങളിൽ ഇപ്പോഴും ചെന്നൈയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിനുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ കൃത്യമായി തന്നെ നൽകുന്നുമുണ്ട്. ആ പ്രദേശത്തുള്ളവരെ ഏതാണ്ടൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെ 4 ജില്ലകളിലേക്ക് റെഡ് അലേർട്ട് മാറുന്നു. ബാക്കി ജില്ലകളിലേക്ക് ഓറഞ്ച് അലേർട്ട് മാറുന്നു. കാറ്റിന്റെ വേഗത നിലവിൽ 50 km/h ഇപ്പോൾ പലയിടത്തും കാറ്റിന്റെ വേഗമുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും കര തൊട്ടിട്ടില്ല. അത് ഇനി ഒരു 12 മണി മുതൽ അങ്ങോട്ട് ആകും കൃത്യമായി ഒരു ശക്തമായ കാറ്റടിക്കുന്ന, കാറ്റിന്റെ വേഗം കൂടുന്നത് ആ സമയത്താകും. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കൊന്നും ഒട്ടും കുറവുണ്ടായിട്ടില്ല. മഴയുടെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് നാളെ വൈകിട്ട് വരെ ഇത്തരത്തിൽ തമിഴ്നാടിന്റെ പല ഭാഗത്തും മഴയുണ്ടാകും. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതുപോലെയാണ് മഴയുടെ കാര്യം വന്നിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഒരു മഴ തമിഴ്നാട്ടിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നിലവിലെ ഈ സാഹചര്യം പരിഗണിച്ചാണ് എങ്കിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകില്ല. അതായത് കുറെ നേരം നീണ്ടു നിൽക്കുന്ന തീവ്രമായിട്ടുള്ള മഴ ഉണ്ടാവില്ല. പക്ഷെ ഇടയ്ക്കിടെ പെയ്യുന്ന മഴയുണ്ടാകും. ഇത് വെള്ളക്കെട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭീഷണി എന്നതിനപ്പുറത്തേക്ക് അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം വെള്ളക്കെട്ട് ഉണ്ടാകും. വെള്ളക്കെട്ട് മൂലം അതിൽ നിന്ന് ഷോക്കേറ്റിട്ടൊക്കെ വൈദ്യുതി കമ്പി പൊട്ടി വീഴുന്നത് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ ഷോക്കേറ്റ് തന്നെ ഇന്ന് ചെന്നൈയിൽ 3 മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായ ഒരു ശ്രദ്ധയുണ്ടാകണം എന്നുള്ള കാര്യമാണ് സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നത്. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കാറ്റുമായി ബന്ധപ്പെട്ട് വലിയ കാറ്റ് അടിക്കില്ല, അത് കാറ്റിന്റെ ഒരു ഇമ്പാക്ട് വലുതാകില്ല എന്നുള്ള കാര്യം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. ഏതാണ്ട് ആ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഉന്മേഷ്, ഈ പിഞ്ചൽ ചുഴലിക്കാറ്റിനെയും വലിയ തട്ടുകേടില്ലാതെ, വലിയ പ്രശ്നങ്ങളില്ലാതെ തമിഴ്നാട് അതിജീവിക്കുമെന്നാണ് നിലവിൽ പറയാൻ കഴിയുക. ഉന്മേഷ്. മുഹമ്മദ് റഹീസ്, ഇപ്പോൾ ഈ പുതുച്ചേരിയിലാണല്ലോ ഇതിൻ്റെ മുൻഭാഗം കരതൊട്ടിരിക്കുന്നത്. അവിടെ ശക്തമായ മഴയുള്ളതായുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ചെന്നൈയിലേക്ക് നമ്മൾ തിരികെ എത്തുകയാണെങ്കിൽ ഇനി വിമാനത്താവളം നാളെ പുലർച്ചെ വരെയാണ് അടച്ചിട്ടിരിക്കുന്നത്. നിരവധി സർവീസുകൾ ഇതിനോടകം റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പഴയപടിയിലേക്ക് മടങ്ങുക എന്നത് എപ്പോഴായിരിക്കും? നാളത്തോടെ ആവുമോ?
ഉന്മേഷ്, പോസിറ്റീവായി സംസാരിക്കുകയാണെങ്കിൽ നിലവിൽ ഏതാണ്ട് ചെന്നൈയിൽ 3 മണിക്ക് ശേഷം ശക്തമായ മഴ പെയ്തിട്ടില്ല. വെള്ളക്കെട്ടുണ്ട്, അത് ഒരു അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. വെള്ളക്കെട്ട് പലയിടങ്ങളിലുമുണ്ട്. അത് ഈ മെട്രോയുടെ വർക്കുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ നേരത്തെ തന്നെ ചെന്നൈയിൽ ഒരു ഡ്രെയിനേജ് സംവിധാനം അത്ര മെച്ചപ്പെട്ടതൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി പറയണം. കാരണം നമ്മൾ വൈകിട്ട് വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്ത പല സ്ഥലങ്ങളിലും രാത്രിയോടെ അവിടെ ചെന്നപ്പോൾ വെള്ളക്കെട്ട് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൂടി എടുത്തു പറയണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിലവിലെ കാലാവസ്ഥ അനുസരിച്ച് ഈ 4 മണി വരെ അടച്ചിടും എന്നുള്ളത് 4 മണി അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു 6 മണി, രാവിലെ പുലർച്ചെ 6 മണി എന്നതിനപ്പുറത്തേക്ക് കടക്കാൻ സാധ്യതയില്ല. ശേഷം പതിയെ വിമാനത്താവളം അതിന്റെ ഒരു സാധാരണ നിലയിലേക്ക് എത്തും. ഒപ്പം റെയിൽവേ സ്റ്റേഷന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കണക്ടിംഗ് പോയിന്റ് ആണ്. അവിടേക്ക് നിരവധിയായ ആളുകൾ എത്തുന്നതാണ്. 11 പ്ലാറ്റ്ഫോമുകൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു റെയിൽവേ സ്റ്റേഷൻ. അവിടെ മിനിറ്റുകൾക്കുള്ളിൽ ട്രെയിനുകൾ വന്നു പോകുന്ന ഒരു വലിയ സ്റ്റേഷനാണ്. അപ്പോൾ അവിടേക്കും അതിന്റെ ഒരു പ്രവർത്തനവും പൂർണ്ണ തോതിൽ എന്തായാലും നാളെ എത്തുമെന്ന് പറയുന്നുണ്ട്. ഒരു അപ്ഡേറ്റ് കൂടിയുള്ളത്, ചുഴലിക്കാറ്റ് അതിന്റെ ഏറ്റവും തീവ്ര രൂപത്തിൽ എത്തുന്നത് 11:30 എന്നുള്ള തരത്തിലേക്ക് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് 11:30 അത് മുഴുവനായി കരയിലേക്ക് കടക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നു. ഇത് ഔദ്യോഗികമായിട്ടുള്ള ഒരു സൂചനയല്ല, പക്ഷെ മറിച്ച് തമിഴ് മാധ്യമങ്ങൾ ഏതാണ്ട് ഏകീകരിച്ച് ഇത്തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഒരു 1:30 കൂടിയൊക്കെ ചുഴലിക്കാറ്റിന്റെ ഏതാണ്ടൊരു തീവ്രത അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് മുഴുവൻ കരയിൽ അനുഭവപ്പെട്ട് കഴിയും. പിന്നീട് മഴയാണ് വരാനുള്ളത്. ഈ മഴ എന്തായാലും നാളെ വൈകിട്ട് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടാകും. അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ്, അധിക നേരം നീണ്ടു നിൽക്കില്ല, ഇടവേളകളിലായിരിക്കും മഴയുണ്ടാകുക. പക്ഷെ ഈ റെഡ് അലേർട്ട് നിലവിൽ പ്രഖ്യാപിച്ചത് പ്രകാരമാണ് എങ്കിൽ അടുത്ത അതായത് 1 മണി വരെയുള്ള റെഡ് അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ജില്ലയാണ്. ഇതിൽ വിഴുപ്പുറത്ത് എന്തായാലും ശക്തമായിട്ടുള്ള മഴയുണ്ടാകും. നിലവിൽ ഏറ്റവും മഴ പെയ്യുന്നത് വിഴുപ്പുറത്താണ്. കടലൂരിലും മഴയുണ്ടാകും. തിരുവല്ലാമലയിലും മഴ ഉണ്ടായിരുന്നു, അല്പസമയം മാറി നിന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ആ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും മഴ ശക്തമാകുന്നുണ്ട്. ബാക്കി ജില്ലകളിലൊക്കെ ഓറഞ്ച് അലേർട്ടാണ്. എന്തായാലും അവിടെയും ജാഗ്രത പാലിച്ചേ മതിയാകുള്ളൂ. അപ്പോൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരു വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ തമിഴ്നാട് ഇതിനെ അതിജീവിച്ച് മുന്നേറുമെന്നാണ് നിലവിൽ പറയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നാളത്തോടുകൂടി ഈ ഗതാഗത സംവിധാനങ്ങളൊക്കെയും മെച്ചപ്പെടും. നാളെ ഞായറാഴ്ച ആയത് സത്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അധികമായ ആളുകൾ പുറത്തിറങ്ങില്ല, ജോലിയില്ലാത്ത ദിവസമാണ്. ഒപ്പം തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ അവധിയായിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ആളുകൾ പുറത്തിറങ്ങില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വലിയ അത്യാഹിതങ്ങളൊന്നുമില്ലാതെ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇന്നത്തെ പോലെ തന്നെ അത് അതിജീവിച്ച് മാറാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാര്യമായ മഴയില്ല ചെന്നൈ നഗരത്തിൽ, അവിടെ ശക്തമായ കാറ്റ് വീശുന്നുണ്ട് എന്നൊക്കെ നമ്മളെ പ്രേക്ഷകർ യൂട്യൂബിലൂടെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷം അവിടെ ഇല്ല. പുതുച്ചേരിയിലാണ് ഇപ്പോൾ ഫിൻചാൽ ചുഴലിക്കാറ്റിന്റെ മുൻഭാഗം കരതൊട്ടിരിക്കുന്ന 11:30 ഇത് പൂർണ്ണമായും കരയിലേക്ക് പ്രവേശിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ തമിഴ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകൾ നൽകുന്നത്. അടുത്ത വാർത്തയിലേക്ക്. ക്ഷേമ പെൻഷൻ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവർക്ക് എതിരെ വകുപ്പ് തല നടപടിക്കും മേടിച്ച പണം തിരിച്ചടപ്പിക്കാനുമാണ് നിർദ്ദേശം. മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ഗൗരവമായി കണ്ടാണ് മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചത്. ധനതദ്ദേശ വകുപ്പുകളിലെ മന്ത്രിമാരും പ്രധാന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. തട്ടിപ്പുകാർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. മസ്റ്ററിംഗും കൂടുതൽ കാര്യക്ഷമമാക്കും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും. ഇതിന് ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തിയ ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയുടെ കാര്യം കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു. അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റ ഇന്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെന്നുള്ളത് ആ ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് നിർദ്ദേശിക്കുക. അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. BMW വാഹനോടമകൾ ഉൾപ്പെടെ പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന് കണ്ടെത്തിയ കോട്ടയ്ക്കൽ നഗരസഭയിലെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അനർഹരെന്ന 2021 ധനവകുപ്പ് കണ്ടെത്തിയ 63 പേരെ നേരിട്ട് കണ്ട് പരിശോധിക്കാനാണ് തീരുമാനം. അനർഹരെന്ന് കണ്ടെത്തിയ 63-ൽ 18 പേരെ നേരത്തെ ക്ഷേമ പെൻഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. 24 മലപ്പുറം, തിരുവനന്തപുരം.
ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയവരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മരിച്ചവരുടെ പേരിലും വിധവാ പെൻഷനിലുമടക്കം ക്രമക്കേട് നടത്തി. അനർഹരെന്ന് കണ്ടെത്തി നീക്കിയവർക്ക് വീണ്ടും പെൻഷൻ നൽകിയെന്നും ഒരേ പെൻഷൻ ഒന്നിലധികം തവണ അനുവദിച്ചതായും CAGയുടെ കണ്ടെത്തലുണ്ട്. 24 എക്സ്ക്ലൂസീവ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാൾ മരണപ്പെട്ടാൽ ഇക്കാര്യം പഞ്ചായത്തിനെ അറിയിച്ച് പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കണം. എന്നാൽ മരണപ്പെട്ടവരുടെ പേരുകൾ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് പല സ്ഥലങ്ങളിലും നീക്കം ചെയ്യാറില്ല. പകരം മരിച്ചവരുടെ പേരിൽ ദീർഘകാലം അവരുടെ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കും. മരിച്ചവരുടെ പട്ടികയിലെ 4039 പേരുകൾ പരിശോധിച്ചതിൽ 1698 പേർക്കും പെൻഷൻ വിതരണം ചെയ്തതായി കണ്ടെത്തി. ഇത്തരത്തിൽ മാത്രം നഷ്ടമായത് 2,63 ലക്ഷം രൂപ. തീർന്നില്ല. വിധവാ പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും വാങ്ങുന്ന വനിതകൾ ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉണ്ടെന്ന് AG കണ്ടെത്തി. ഇത്തരത്തിൽ 13 കേസുകളാണ് കണ്ടെത്തിയത്. ഭർത്താവ് മരിക്കാത്തവരും വിവാഹമോചിതരാകാത്തവരും വരെ വിധവാ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടി. വിധവാ പെൻഷൻ തട്ടിപ്പിലൂടെ മാത്രം നഷ്ടമായത് 1,80 ലക്ഷം രൂപ. അനർഹരെന്ന് കണ്ടെത്തി പട്ടികയിൽ നിന്ന് നീക്കിയവർക്ക് വീണ്ടും പെൻഷൻ നൽകിയതിലൂടെ 4,08 ലക്ഷം രൂപ സർക്കാരിന് നഷ്ടമായി. 10,406 പേർക്കാണ് ഇങ്ങനെ ഒഴിവാക്കിയ ശേഷം വീണ്ടും പെൻഷൻ നൽകിയത്. 823 പേർക്ക് ഒരേ പെൻഷൻ തന്നെ ഒന്നിലധികം തവണ നൽകുകയും ചെയ്തു. ഇതിലൂടെ 3,83 ലക്ഷം രൂപയായിരുന്നു നഷ്ടപ്പെട്ടത്. നിയമസഭയിൽ കഴിഞ്ഞ വർഷം സമർപ്പിച്ച CAG റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുകൾ. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷത്തിലധികം പേരുടെ വിവരങ്ങൾ ക്രോഡീകരിച്ചല്ല CAG ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ചെറിയൊരു വിഭാഗത്തിനിടയിൽ നടത്തിയ സർവേയിലാണ് ഇത്രത്തോളം ഗുരുതരമായ കണ്ടെത്തലുള്ളത്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. CPIM സമ്മേളനത്തിൽ വിഭാഗീയത രൂക്ഷമായ കൊല്ലം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. അഡ്ഹോക് കമ്മിറ്റിക്കാണ് ചുമതല. CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയത പോർവിളിയിലേക്കും സംഘടനത്തിലേക്കും നീങ്ങിയതോടെയാണ് നടപടിയുടെ വഴി പാർട്ടി സ്വീകരിച്ചത്. തെറ്റായ ഒരു പ്രവണതയും വെച്ചുപൊറുപ്പിക്കില്ലെന്ന കർശന നിലപാടിലാണ് നേതൃത്വം. സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ലോക്കൽ സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി. വിഭാഗീയത അവസാനിപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടറി തന്നെ പലതവണ നേരിട്ട് ഇടപെട്ടിട്ടും പരിഹാരമുണ്ടായിരുന്നില്ല. കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സംസ്ഥാന നേതാക്കളായ സോമപ്രസാദിനെയും K രാജഗോപാലിനെയും പൂട്ടിയിടുന്ന സാഹചര്യം വരെ കാര്യങ്ങളെത്തി. ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ കരുനാഗപ്പള്ളിയിലെ ഒരു വിഭാഗം പാർട്ടി നേതാക്കളും പ്രവർത്തകരും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തതോടെയാണ് സമ്മേളനകാലത്തെ അസാധാരണ നടപടിയിലേക്ക് CPIM കടന്നത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T മനോഹരൻ കൺവീനറായി 7-അംഗ അഡ്ഹോക് കമ്മിറ്റിക്കാണ് കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റിയുടെ ചുമതല. സംസ്ഥാന സമ്മേളനത്തിന് വേദിയായ ജില്ലയിൽ പാർട്ടിയിലെ പരസ്യപ്പോര് ഗൗരവത്തോടെയാണ് നേതൃത്വം കണ്ടത്. അരുൺരാജ്, 24 കൊല്ലം. പത്തനംതിട്ട തിരുവല്ലയിലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും വിഭാഗീയതയിൽ വലഞ്ഞ CPIM നിർത്തിവെച്ച തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം പിന്നീട് നടത്താൻ കഴിഞ്ഞിട്ടില്ല. കൊഴിഞ്ഞാമ്പാറയിൽ CPIM വിമതർ സമാന്തര ഓഫീസ് തുറക്കുകയും ചെയ്തു. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പങ്കെടുത്ത തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം പ്രവർത്തന റിപ്പോർട്ടിന്റെ പേരിൽ കയ്യാങ്കലുടെ വക്കോളം എത്തിയപ്പോൾ നേതൃത്വം ഇടപെട്ട് നിർത്തിവെക്കുകയായിരുന്നു. പീഡനക്കേസ് പ്രതിയായ പ്രാദേശിക നേതാവ് സജിമോനെതിരെ നടപടിയെടുക്കാൻ തീരുമാനമെടുത്ത ഡോക്ടർ TM തോമസ് ഐസക്കിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് റിപ്പോർട്ടിലുണ്ട്. ഇതുൾപ്പെടെ ചർച്ചയാകാതിരിക്കാൻ പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങുകയായിരുന്നു. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗങ്ങളോടും ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടും നാളെ രാവിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്താൻ സെക്രട്ടറി KP ഉദയഭാനു നിർദ്ദേശം നൽകി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ വിഭാഗീയത പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ വിമതർ സമാന്തര ഓഫീസ് തുറന്നു. ജനസേവന കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നാണ് വിശദീകരണം. കോൺഗ്രസിൽ നിന്നെത്തിയ ആളെ ലോക്കൽ സെക്രട്ടറി ആക്കിയതാണ് വിഭാഗീയതയ്ക്ക് കാരണം. 24 പത്തനംതിട്ട, പാലക്കാട്. ആലപ്പുഴയിലെ CPIM നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന വിപിൻ സി ബാബു BJPയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയത്തിൽ ആകൃഷ്ടനായാണ് രാഷ്ട്രീയ മാറ്റമെന്ന് വിപിൻ സി ബാബുവിന്റെ പ്രതികരണം. ഗാർഹിക പീഡന പരാതിയുടെ പേരിൽ വിപിൻ സി ബാബുവിനെതിരെ നേരത്തെ CPIM നടപടി എടുത്തിരുന്നു. സംഘടനാ പർവ്വ യോഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വിപിൻ സി ബാബുവിന്റെ പാർട്ടി പ്രവേശം പ്രഖ്യാപിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ തുഗ് അംഗത്വം നൽകി. വിപിൻ ബാബു ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുകയാണ്. അദ്ദേഹം കൃഷ്ണപുരം ബ്ലോക്ക് ജില്ലാ ഡിവിഷനിലെ സിറ്റിംഗ് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. BJPയിലെത്തിയ ബിപിൻ സി ബാബു ആലപ്പുഴ CPIMനെതിരെ ഗുരുതര ആരോപണവും ഉന്നയിച്ചു.
ബോധ്യപ്പെടുത്തേണ്ട എല്ലാം ബോധ്യപ്പെടുത്തിയിട്ട് പാർട്ടിക്ക് ബോധ്യപ്പെടുന്നില്ല. അത് ബോധ്യപ്പെടാത്തത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ന് പറയുന്നില്ല, ഒരു കോക്കസ് അതാണ് അവിടെ നടക്കുന്നത്. ബിപിൻ സി ബാബുവിന്റെ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ കഴിഞ്ഞ വർഷം CPM പാർട്ടി അംഗത്വത്തിൽ നിന്ന് ബിപിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, CPM ഏരിയ കമ്മിറ്റി അംഗം എന്നീ പദവികളായിരുന്നു ബിപിനുണ്ടായിരുന്നത്. തുടർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുകയും പാർട്ടിയുടെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. സംഘടനാ നടപടികളെല്ലാം കഴിഞ്ഞതാണെന്നും ഇനി അതിന് പ്രസക്തിയില്ലെന്നുമായിരുന്നു ബിപിന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ആലപ്പുഴ CPIഎമ്മിൽ വിഭാഗീയത. അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതിൽ ഔദ്യോഗിക പക്ഷത്തും ഭിന്നത. സജി ചെറിയാൻ പക്ഷത്തിന്റെ ആളെ സെക്രട്ടറിയാക്കാനുള്ള നീക്കം സലാം തടഞ്ഞു. പകരം VK ബൈജുവിന്റെ പേര് മുന്നോട്ട് വെച്ചു. ഒടുവിൽ പരിഹാരമായി അമ്പലപ്പുഴയ്ക്ക് പുറത്തുനിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് R രാഹുലിനെ ഏരിയ സെക്രട്ടറിയായി നിശ്ചയിക്കുകയായിരുന്നു. അമ്പലപ്പുഴയ്ക്ക് പുറത്തുനിന്നുള്ള ആളെ സെക്രട്ടറിയാക്കിയതിൽ അണികൾക്കിടയിലും അഭിപ്രായ ഭിന്നതയുണ്ട്. ആലപ്പുഴയിലെ പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മുതിർന്ന CPIM നേതാവ് G സുധാകരൻ പ്രവർത്തന മേഖലയായിരുന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നും G സുധാകരനെ ഒഴിവാക്കിയെന്നാൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് G സുധാകരനെ ക്ഷണിക്കാതിരുന്നത് എന്നാണ് CPIM ജില്ലാ സെക്രട്ടറി R നാസറിന്റെ പ്രതികരണം. 3 വർഷം മുൻപ് വരെ ആലപ്പുഴ പാർട്ടിയിലെ അമരക്കാരൻ. എന്നാൽ ഇത്തവണ 12 ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരു ലോക്കൽ സമ്മേളനത്തിൽ പോലും G സുധാകരൻ ക്ഷണിക്കപ്പെട്ടില്ല. ഇന്നലെ CPIM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനവും ഇന്ന് പൊതുസമ്മേളനവും. G സുധാകരന്റെ പുന്നപ്രയിലെ വീട്ടിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. സമ്മേളന ദിവസം G സുധാകരൻ വീട്ടിലുമുണ്ട്. എന്നാൽ ജന്മനാട്ടിലെ പാർട്ടി സമ്മേളനത്തിലും അദ്ദേഹം ക്ഷണിക്കപ്പെട്ടില്ല. നിലവിൽ ജില്ലാ കമ്മിറ്റി ക്ഷണിതാവും ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് അംഗവുമാണ് G സുധാകരൻ. പൊതുവേദികളിൽ പാർട്ടിക്കും സർക്കാരിനുമെതിരെ G സുധാകരൻ നടത്തുന്ന പരോക്ഷ വിമർശനങ്ങളും നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല എന്ന വിശദീകരണവുമായി ജില്ലാ സെക്രട്ടറി R നാസർ രംഗത്തെത്തി. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതിയിൽ CPIM അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ സുധാകരന് അച്ചടക്ക നടപടിയെന്നോണം താക്കീത് നൽകിയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് TJ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കള്ള റിപ്പോർട്ടുണ്ടാക്കിയാണെന്ന് G സുധാകരൻ അടുത്തിടെ പറഞ്ഞത് വിവാദമായിരുന്നു. 24 ആലപ്പുഴ. ശബരിമല വാർത്തയിലേക്കാണ് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ ഇപ്പോൾ ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കുകയാണ്. തത്സമയം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ തുരകവാഹനം സുന്ദരാനനം വരഗദായുധം വേദവർണ്ണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതഫലം ഹരിഹരാത്മജം
ശ്രുതിമധുരം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതരാലസം ഹരിഹരാത്മകം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ 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 സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ഹരിവരാസനം പാടി ശബരിമലയിൽ നട അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, ഭക്തജന തിരക്കുണ്ട്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹരിവരാസനം പാടി ശബരിമല നട അടച്ചിരിക്കുന്നു. ഭക്തജന തിരക്ക് ഇന്നുമുണ്ട് സന്നിധാനത്ത്. YS അഭിനന്ദ് വിവരങ്ങൾ. ചില്ലുവാനം ആളുകൾ ഇന്ന് സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെ ഇന്ന് ദർശനം നടത്തി. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ ഒരു തിരക്ക് ഇന്ന് അനുഭവപ്പെട്ടിരുന്നു. നാളെ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ വലിയൊരു ഭക്തജന തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് സേന ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. പമ്പ കഴിഞ്ഞപ്പുറത്തേക്ക് അപ്പാച്ചിമേട്, നീലിമല തുടങ്ങിയ ശബരിമലയിലേക്കുള്ള വഴികളിലൊക്കെ തന്നെ വലിയ ഒരു പോലീസ് സന്നാഹമുണ്ട്. ഈ ശബരിമലയുടെ നട അടച്ചിട്ടും ഇപ്പോഴും വലിയ ഒരു ഭക്തജന തിരക്ക് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനം ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ള ഭക്തജന തിരക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഹരിവരാസനം പാടി എന്തായാലും ഇന്നത്തെ ചടങ്ങുകൾക്കെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 3 മണിക്ക് നിർമ്മാല്യ ദർശനത്തോടുകൂടി നാളത്തെ ദർശന ചടങ്ങുകളൊക്കെ ആരംഭിക്കും. ഉന്മേഷ്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. 24 റൗണ്ട് അപ്പിലേക്ക് തിരികെ. ഫിൻചാൽ ചുഴലിക്കാറ്റിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഫിൻചാൽ ചുഴലിക്കാറ്റിന്റെ ആദ്യ ഭാഗം കര തൊട്ടതിന് പിന്നാലെ റെഡ് അലർട്ട് പുതുക്കിയിരിക്കുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 4 ജില്ലകളിലും പുതുച്ചേരിയിലും മാത്രമാക്കി റെഡ് അലർട്ട് ചുരുക്കി. ചെന്നൈ ഉൾപ്പെടെ 20 ജില്ലകളിലും കാരക്കലിലും ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ്. പുലർച്ചെ 1 മണി വരെയാണ് നിലവിലെ ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയിൽ ചെന്നൈയിൽ 3 പേർ മരിച്ചു. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും. റഹീസ്, നിലവിൽ മഴയുണ്ടോ ഏതെങ്കിലും ഭാഗത്ത് ചെന്നൈ നഗരത്തിൽ? പൊതുവിൽ എന്താണ് സ്ഥിതി അവിടെ? ഉന്മേഷം, നിലവിൽ ചെന്നൈ നഗരത്തിൽ മഴയില്ല, പക്ഷെ കാറ്റ് ശക്തമാകുന്നുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചതിനേക്കാൾ കുറച്ചുകൂടി കാറ്റ് ശക്തമായിട്ടുണ്ട്. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അല്പസമയം മുൻപ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഫിൻചാൽ ചുഴലിക്കാറ്റിന്റെ ഒരു 70-80 കിലോമീറ്റർ വേഗതയൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം ഏതാണ്ട് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാറ്റിന് വേഗത കൂടും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ ഒരു ചുഴലിക്കാറ്റിന്റെ സെന്റർ, ആ ഐബോൾ പൊസിഷൻ, അത് ഏതാണ്ട് തീരത്തേക്ക് തൊടാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കാറ്റിന് കുറച്ച് വേഗം കൂടും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ ചെന്നൈയിൽ കാറ്റ് കൂടിയിട്ടുണ്ട്. അതാണ് നിലവിൽ ചെന്നൈയിലുള്ള ഒരു സ്ഥിതി. മഴ ഏതാണ്ട് വൈകിട്ടതിന് സമാനമായി കുറഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഇടവിട്ട് ഒരു 5 മിനിറ്റ് മഴ പെയ്യുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മഴയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലവിൽ ചെന്നൈയിലില്ല. പക്ഷേ നിലവിൽ ഈ മഹാബലിപുരം അടക്കമുള്ള പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യും എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. വിഴുപ്പുറത്താണ് ഏറ്റവും അധികം മഴ. ഈ ഒരു ചുഴലിക്കാറ്റിന്റെ ഔട്ടർ സർക്കിളുകൾ തമിഴ്നാട് തീരത്തേക്ക് പ്രവേശിച്ചതിനു ശേഷം ഏറ്റവും അധികം മഴ പെയ്തിട്ടുള്ളത് വിഴുപ്പുറത്താണ്. വിഴുപ്പുറത്തും കടലൂരിലുമൊക്കെ അടുത്ത 2 മണിക്കൂറും മഴ ശക്തമായിരിക്കും. അതിനുശേഷം നാളെ വൈകിട്ട് വരെ ഈ പ്രദേശങ്ങളിൽ മഴയുണ്ടാകും. പക്ഷെ അത് ചുഴലിക്കാറ്റ്, ആ കാറ്റോട് കൂടിയിട്ടുള്ള ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകില്ല എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അടുത്ത 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു കാറ്റ് ഏതാണ്ട് പൂർണ്ണമായി പ്രവേശിച്ച് അതിന്റെ
ഒരു വേഗം കുറയും എന്നുള്ള തരത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒടുവിൽ അറിയിക്കുന്ന വിവരം. നിലവിൽ വലിയ അത്യാഹിതങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എവിടെയും. ഈ ഉച്ച മുതൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരെ പെയ്ത അതിശക്തമായിട്ടുള്ള ഒരു മഴയുണ്ട്. ശേഷം വൈകിട്ട് മുതൽ ഇടവേളകളിൽ പെയ്യുന്ന മഴയുണ്ട്. ഇത് കാരണം പല മേഖലകളിലും ശരിക്കും നല്ല വെള്ളക്കെട്ടുണ്ട്. 200-ലധികം പ്രദേശങ്ങളിലാണ് ചെന്നൈയിൽ തന്നെ വെള്ളക്കെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർ ഇപ്പോൾ ക്യാമ്പുകളിലേക്കും മറ്റും മാറിയിട്ടുണ്ട്. ശേഷം തീരമേഖലകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് തീരദേശ മേഖലകളിലാണ്. അവിടെ അത്തരം ജില്ലകളിലൊക്കെ ഇപ്പോൾ കാറ്റ് അതിശക്തമായിട്ടുണ്ട്. മഴ കുറവാണ്, പക്ഷെ കാറ്റുണ്ട്. ഈ കാറ്റ് പോയതിനു ശേഷമായിരിക്കും നാളെ രാവിലെയോടുകൂടിയൊക്കെ ഈ മഴ ശക്തമാകുന്നത്. എന്തായാലും അർദ്ധരാത്രിയാണ് ഈ ചുഴലിക്കാറ്റ് അതിന്റെ ഏറ്റവും മൂർത്തഭാവത്തിൽ കരയിലേക്ക് കടക്കുന്നത്. ആ സമയത്ത് വലിയ അത്യാഹിതങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2 മണിക്കൂർ, ഇനി കൃത്യം പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറാണ് ശരിക്കും ഏറ്റവും നിർണായകമായി വരിക. അത് ഇതുവരെ ഒരു 70 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് കാറ്റിന്റെ വേഗം അത്രയുമാണ്. അതൊരു 90 വരെയൊക്കെയും പോയിരിക്കാം. പക്ഷെ നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ വലിയ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ചുഴലിക്കാറ്റിന്റെ ഒക്കെ സ്വഭാവവും തീവ്രതയും നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിലേക്ക് നിലവിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. പക്ഷേ ഈ മഴ പെയ്തത് മൂലമുള്ള വെള്ളക്കെട്ട്, ഒപ്പം തന്നെ ശക്തമായ കാറ്റിന്റെ ഒരു കുറവുമില്ല. യെല്ലോ അലേർട്ടോ റെഡ് അലേർട്ടോ ഏത് പ്രദേശവും ആയിക്കോട്ടെ, അവിടെയൊക്കെയും ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. ഈ കാറ്റ് നിലവിൽ ഈ വൃക്ഷങ്ങളൊക്കെയും അതിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴാൻ തരത്തിൽ അത്ര വേഗമുള്ള കാറ്റാണ് അടിക്കുന്നത്. പക്ഷേ മനുഷ്യന്റെ ജീവന് ഹാനി വരുത്തുന്ന തരത്തിലേക്ക് നിലവിൽ ഇത് പോയിട്ടില്ല. ഏതെങ്കിലും നാശനഷ്ടങ്ങളോ വീട് തകരുന്നതോ വലിയ തോതിൽ മരങ്ങൾ കടപുഴകി വീഴുന്നതോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു 2 മണിക്കൂർ കൂടി അതിജീവിക്കാൻ കഴിഞ്ഞാൽ ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെയും വലിയ തട്ടുകേടില്ലാതെ തമിഴ്നാടിന് അതിജീവിക്കാൻ കഴിയും. എന്തായാലും അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. രാത്രി പ്രധാനമായും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഈ വഴിയോര പ്രദേശത്തൊക്കെ അന്തിയുറങ്ങുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ സുരക്ഷിതരായി ഏതെങ്കിലും ക്യാമ്പുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിൽ നിന്നും ഇപ്പോൾ ഓരോ വീടുകളിലും ഓരോ പ്രദേശങ്ങളിലും ഈ ക്യാമ്പ്, ചെറിയ മെഡിക്കൽ ക്യാമ്പ് പോലെ സെറ്റ് ചെയ്യുന്ന തരത്തിൽ ഫസ്റ്റ് എയ്ഡുകളും മറ്റുമൊക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവർ കാര്യങ്ങളെ അത്തരത്തിൽ നീക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായും അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ തിരികെ വീട്ടിലേക്ക് അയക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഈ ഓൾഡ് മഹാബലിപുരം റോഡ്, OMR റോഡിലുമൊക്കെ നമ്മൾ നിരവധി പോലീസുകാരെ കണ്ടിരുന്നു. ഏതാണ്ടൊക്കെയുള്ള ലിങ്ക് റോഡുകളെല്ലാം അടച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 10 മണിക്ക് ശേഷം ഈ ലിങ്ക് റോഡുകൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. പ്രധാന വഴി മാത്രമാണ് പോകാൻ കഴിയുക. ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമായ സ്ഥലത്ത് മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്നതിനുള്ള ഒരു നടപടികളൊക്കെ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായ പ്രളയം, അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന അത്ര രൂക്ഷമായ ഒരു സ്ഥിതി എന്തായാലും ചെന്നൈയിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം പ്രധാനമായും ഈ പറയുന്ന തരത്തിൽ ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെയും അല്പം കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. 2, കൃത്യമായി ഓരോ മിനിറ്റിലും ഇടപെട്ടുകൊണ്ട് ആ വെള്ളക്കെട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒത്തൊരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എല്ലാ മേഖലയിലേക്കും എത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് നിലവിൽ പോകുന്നത്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ ലാബുകൾക്കെതിരെ നടപടിയെടുത്ത് ആരോഗ്യവകുപ്പ്. 2 സ്കാനിംഗ് സെന്ററുകളുടെ ലൈസൻസ് റദ്ദാക്കി പൂട്ടി സീൽ ചെയ്തു. കുഞ്ഞിനെ ജനിതക പരിശോധനയ്ക്ക് വിധേയമാക്കും. സംഭവത്തിൽ ആരോഗ്യമന്ത്രി രൂപീകരിച്ച വിദഗ്ധ സമിതി മാത്രമാകും ഇനി അന്വേഷണം നടത്തുക. ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയോഗിച്ച അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവും ജില്ലാതല സംഘവും നൽകുന്ന റിപ്പോർട്ട് വ്യത്യസ്തമായാൽ വിവാദമാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് ജില്ലാ അന്വേഷണ സമിതിയെ പിരിച്ചുവിട്ടത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിൽ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് കുറ്റക്കാരല്ല, സ്വകാര്യ ലാബുകളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നും പരാമർശമുണ്ടായിരുന്നു. റിപ്പോർട്ട് പുറത്തുവന്നതോടെ അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. സംഭവത്തിൽ കുഞ്ഞിന്റെ ജനിതക പരിശോധന നടത്തും. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തസാമ്പിളുകൾ തിരുവനന്തപുരത്തേക്ക് അയക്കും. കുഞ്ഞിന്റെ മാതാവിന് സ്കാനിംഗ് നടത്തിയ ആലപ്പുഴയിലെ ശങ്കേഴ്സ്, മിഡാസ് എന്നീ ലാബുകളിലെ സ്കാനിംഗ് മെഷീനുകൾ ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് പൂട്ടി സീൽ ചെയ്തു. 2 സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കി.
ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. നിയമപ്രകാരം സ്കാനിങ്ങിന്റെ റെക്കോർഡുകൾ 2 വർഷം സൂക്ഷിക്കണമെന്നാണ് നിബന്ധന. എന്നാൽ അന്വേഷണത്തിൽ റെക്കോർഡുകൾ സൂക്ഷിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. കുഞ്ഞിന്റെ അമ്മയുടെ സ്കാനിംഗ് റിപ്പോർട്ടുകളിൽ ഒരേ ഡോക്ടറുടെ 2 ഒപ്പ് വന്നതിനെക്കുറിച്ചും ആരോഗ്യവകുപ്പ് അന്വേഷിക്കും. 24 ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് ലോക്സഭാ മണ്ഡല പര്യടനം. രാഹുൽ ഗാന്ധിക്ക് ഒപ്പമാണ് പ്രിയങ്ക മണ്ഡലത്തിലെത്തിയത്. അതേസമയം പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത സ്വീകരണ പരിപാടികളിൽ ക്ഷണിക്കാത്തതിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. സത്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. And I am proud, I am honored to be your representative in parliament. നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കാൻ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ആദരവായി അതിനെ കണക്കാക്കുന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിനും സത്യപ്രതിജ്ഞയ്ക്കും ശേഷം ഇതാദ്യമായാണ് വയനാട് മണ്ഡലത്തിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വരവ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള തിരുവമ്പാടി മുക്കത്തായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ സ്വീകരണ പരിപാടി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്കൊപ്പമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായം വൈകുന്നതിൽ കേന്ദ്രത്തെ ഇരുവരും വിമർശിച്ചു. So I was telling my sister and Mr. Venugopal that every member of the Congress party, every member of the UDF should put full pressure on the government of Kerala to help the victims of the tragedy. നിലമ്പൂർ കരുളായിയിലും സ്വീകരണ യോഗം സംഘടിപ്പിച്ചു. വണ്ടൂരിലും ഏറനാട് മണ്ഡലത്തിലെ എടവണ്ണയിലും റോഡ് ഷോ. നാളെ വയനാട് ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്തും. ഇതിനിടെ പ്രിയങ്കയുടെ സ്വീകരണ പരിപാടികളിൽ ക്ഷണമില്ലാത്തതിനാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. എടവണ്ണയിലെ റോഡ് ഷോയിൽ മാത്രമാണ് സ്ഥലം MLAയും മുസ്ലിം ലീഗ് നേതാവുമായ PK ബഷീർ പങ്കെടുത്തത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നിൽ നിന്നവരെ തഴഞ്ഞെന്നാണ് വിമർശനം. 24 കോഴിക്കോട് മലപ്പുറം. കേരള കലാമണ്ഡലത്തിൽ കൂട്ടപ്പിരിച്ചുവിടൽ. അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ 120-ലധികം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നടപടി. കലാമണ്ഡലം രജിസ്ട്രാറുടെ ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. കേരളത്തിന്റെ അഭിമാനമായ കേരള കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെ അട്ടിമറിക്കുന്നതാണ് പുതിയ ഉത്തരവ്. അധ്യാപകരുടേതുൾപ്പെടെ സ്ഥിരം തസ്തികകളിൽ നിയമനമില്ലാതിരുന്നതോടെ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇവരുടെ ശമ്പളം ഉൾപ്പെടെ മുടങ്ങുന്നത് പതിവായിരിക്കെയാണ് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടത്. പിരിച്ചുവിട്ടവരിൽ 68 അധ്യാപകർ ഉൾപ്പെടുന്നത് കലാമണ്ഡലത്തിന്റെ പ്രവർത്തനത്തെ തന്നെ സാരമായി ബാധിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നടപടിയെന്ന് ഉത്തരവിൽ തന്നെ രജിസ്ട്രാർ വ്യക്തമാക്കുന്നു. 24 തൃശൂർ. കടകംപള്ളി വില്ലേജ് ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ടയവധിയിൽ നടപടിയുമായി ജില്ലാ കളക്ടർ 3 ജീവനക്കാരെ ഓഫീസിൽ നിന്ന് സ്ഥലം മാറ്റും. വില്ലേജ് ഓഫീസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡിസംബർ 6-ന് കളക്ട്രേറ്റിൽ യോഗം ചേരും. കഴിഞ്ഞ ദിവസമാണ് ഓഫീസിൽ ഫയൽ നീക്കം വൈകുന്നുവെന്നാരോപിച്ച് ഒരു കൂട്ടം ആളുകൾ പ്രശ്നമുണ്ടാക്കിയത്. പിന്നാലെ മുഴുവൻ ജീവനക്കാരും കൂട്ടവധിയിൽ പ്രവേശിച്ചു. സംഭവത്തിൽ തഹസിൽദാർ അന്വേഷണം നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെയാണ് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ കളക്ടർ ശുപാർശ ചെയ്തത്. കടകംപള്ളി വില്ലേജ് ഓഫീസിലെ 3 ജീവനക്കാരെ സ്ഥലം മാറ്റും. ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഡിസംബർ 6-ന് കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേരും. വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ, സബ് കളക്ടർ, തഹസിൽദാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. നാട്ടുകാർ ഓഫീസിനെ കുറിച്ച് ഉന്നയിച്ച ആക്ഷേപങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. 24 തിരുവനന്തപുരം. ആം ആദ്മി പാർട്ടി MLA നരേഷ് ബല്യനെ ഡൽഹി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പണം തട്ടൽ കേസിലാണ് MLAക്കെതിരെ ക്രൈംബ്രാഞ്ചിന്റെ നടപടി. നരേഷ് ബല്യനും ഗുണ്ടാ നേതാവ് കപിൽ സാങ്വാനും തമ്മിലുള്ള സംഭാഷണം പുറത്തുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ നടപടി. ഓഡിയോ ക്ലിപ്പ് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിന് തുടർച്ചയായിട്ടാണ് അറസ്റ്റ്. ബിസിനസ്സുകാരിൽ നിന്ന് പണം തട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംഭാഷണത്തിലുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതായി ഡൽഹി ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അതേസമയം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലാണ് അറസ്റ്റ് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. കൊടകര കുഴൽപ്പണക്കേസിൽ 24നോട് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെതിരെയും തിരൂർ സതീഷ് മൊഴി നൽകി. അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിൽ ഭയമില്ല എന്നാണ് K സുരേന്ദ്രന്റെ പ്രതികരണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയം 4 ചാക്കുകളിലായി 9 കോടി രൂപ BJP ഓഫീസിലെത്തിച്ചുവെന്നായിരുന്നു
24-നോട് BJP തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് വെളിപ്പെടുത്തിയത്. വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കേസിലെ തുടരന്വേഷണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. 24-ലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ തിരൂർ സതീഷ് ഉറച്ചുനിന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, BJP ജില്ലാ അധ്യക്ഷൻ K. അനീഷ് കുമാർ എന്നിവർക്ക് കള്ളപ്പണ ഇടപാടിലുള്ള പങ്ക് സംബന്ധിച്ച തിരൂർ സതീഷ് മൊഴി നൽകി. ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് വ്യക്തമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. പോലീസിന് എൻ്റെ കയ്യിലുള്ള എല്ലാ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഞാൻ കൈമാറിയിട്ടുണ്ട്. എന്നാൽ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയതിൽ ഭയപ്പാടില്ലെന്ന് K. സുരേന്ദ്രൻ. ഈ കേസ് തന്നെയല്ല അന്വേഷിച്ചത്, ഇത് തന്നെയല്ല നേരത്തെ പറഞ്ഞത്. ഇതിൽ കൂടുതൽ എന്താണ് പുതിയത്? ഈ കേസുകളെല്ലാം ഈ കേസ് തന്നെ നേരത്തെയും അന്വേഷിച്ച് മൊഴികളെല്ലാം വന്ന് 2021 ഈ മൊഴികളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. മൊഴി വിശദമായി പരിശോധിച്ച് കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. 24 തൃശൂർ. കോഴിക്കോട് കൊടുവള്ളി സ്വർണ്ണക്കവർച്ചയിൽ ജ്വല്ലറി ഉടമ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ജ്വല്ലറി ഉടമ രമേശിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് സ്വർണ്ണക്കവർച്ചയെന്ന് പോലീസ് പറഞ്ഞു. സ്വർണ്ണക്കവർച്ചയിൽ ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. ബുധനാഴ്ച രാത്രിയിലാണ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കൊടുവള്ളി ജ്വല്ലറി ഉടമ ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തി ഒരു സംഘം സ്വർണം കവർന്നത്. 1.75 കിലോ സ്വർണമാണ് ബൈജുവിന് നഷ്ടമായത്. പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ പിടികൂടി. പ്രതികൾ ഉപയോഗിച്ച കാറിൽ വ്യാജ നമ്പർ പ്ലേറ്റാണെന്ന് കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പാലക്കാട് തൃശൂർ സ്വദേശികളായ 4 പേരെ പിടികൂടിയത്. ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ട്. വിപിൻ, ഹരീഷ്, വിമൽ ഇങ്ങനെ 3 പേരെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഘത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ഇതിന് മറ്റ് ഏർപ്പാടുകൾ ചെയ്ത ലതീഷ്, ഇങ്ങനെ ഈ കേസിൽ ഇതുവരെ 5ഓളം പ്രതികളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ കേസിലേക്ക് ഉദ്ദേശം 1.3 കിലോഗ്രാമോളം ഗോൾഡ് നമ്മൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന പാലക്കാട് സ്വദേശി രമേശ് നൽകിയ കൊട്ടേഷൻ പ്രകാരം ബിപിൻ, ലതീഷ്, സരീഷ്, വിമൽ എന്നിവർ ചേർന്നാണ് കവർച്ച നടത്തിയത്. തൃശൂരിൽ വെച്ചാണ് രമേശ് ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 1.3 കിലോ സ്വർണവും കണ്ടെടുത്തു. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം പ്രതികളെ പിടികൂടിയ പോലീസുകാർക്ക് നാട്ടുകാർ സ്വീകരണമൊരുക്കി. 24 കോഴിക്കോട്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ഇനി ബയോമെട്രിക് പഞ്ചിംഗ് മാത്രം. ഹാജർ പുസ്തകം പൂർണ്ണമായും ഒഴിവാക്കി ഉത്തരവിറക്കി. ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പുസ്തകത്തിൽ ഹാജർ രേഖപ്പെടുത്താം. കുറുവാ സംഘത്തിന്റെ ഉള്ളറകൾ തേടി തിരുട്ട് ഗ്രാമത്തിലൂടെ യാത്ര നടത്തിയ 24 സംഘത്തിന് പുരസ്കാരം. MN സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പുരസ്കാരം നൽകിയത്. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു. 24 റിപ്പോർട്ടർമാരായ S. ശ്യാംകുമാർ, വിഷ്ണു സുരേഷ്, ക്യാമറാമാൻ അഭിജിത്ത് AS എന്നിവർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. 2-3 ആഴ്ചക്കുള്ളിൽ KPCC പുനഃസംഘടന ഉണ്ടാകുമെന്ന് K. സുധാകരൻ. ചേലക്കരയിൽ സംഘടനാ സംവിധാനത്തിൽ ചെറിയ പോരായ്മകളുണ്ടായിരുന്നു. മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും KPCC അധ്യക്ഷൻ ഷാർജയിൽ പറഞ്ഞു. ചെങ്ങന്നൂരിൽ ലില്ലി ലയൺസ് ബഡ് സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കൊടിക്കുന്നിൽ സുരേഷ് MP അധ്യക്ഷനായി. ചടങ്ങിൽ കൊച്ചി ഭീമ ജുവലേഴ്സ് ചെയർമാൻ ബിന്ദു മാധവനെ ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ മെൽവിൻ ജോൺസ് ഫെലോഷിപ്പ് സർവീസ് അവാർഡ് നൽകി ആദരിച്ചു. 6 വർഷമായി വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുകയായിരുന്നു ലില്ലി ലയൺസ് സ്പെഷ്യൽ സ്കൂളും വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററും. ചെങ്ങന്നൂർ പുലിയന്നൂരിൽ 60 സെന്റ് സ്ഥലത്താണ് പുതിയ ക്യാമ്പസ് സജ്ജമാക്കിയത്. ഓട്ടിസം ലാബ്, സെൻസറി ഇന്റഗ്രേഷൻ റൂം, സെൻസറി പാർക്ക്, തെറാപ്പി മുറികൾ എന്നിവയടങ്ങുന്ന ആധുനിക സംവിധാനങ്ങളോടെയാണ് പുതിയ ക്യാമ്പസ്. ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കൊച്ചി ഭീമ ജുവൽസ് ചെയർമാൻ ബിന്ദു മാധവിനെ ചടങ്ങിൽ ആദരിച്ചു. ഭിന്നശേഷി കുട്ടികളെ കൈപിടിച്ചുയർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ദാനമായി കിട്ടിയ സ്ഥലത്ത് കെട്ടിട നിർമ്മാണം നടത്തിയത് ഭീമയുടെ ഫണ്ട് ഉപയോഗിച്ചാണെന്ന് ലില്ലി സ്കൂൾ ട്രസ്റ്റി വേണുഗോപാൽ പറഞ്ഞു. ഇവിടെ NCERT നിഷ്കർഷിച്ചിരിക്കുന്ന സർക്കാരിൻ്റെ സിലബസ് അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. തൊഴിൽ പരിശീലനവും നൽകി വരുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്പികൾ നൽകുന്ന സംവിധാനം ഉൾപ്പെടെ പാക്കേജാണ് നമ്മളിവിടെ നൽകുന്നത്.
ലയൺസ് ഡിസ്ട്രിക്ട് 318B ഗവർണർ ആർ വെങ്കിടാചലം, വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പ്, മാനേജിംഗ് ട്രസ്റ്റി ജി വേണുകുമാർ, അഡ്മിനിസ്ട്രേറ്റർ കെ രാജേന്ദ്രൻ, ട്രഷറർ MP പ്രതിപാൽ, മുൻ ഗവർണർ രാജൻ ഡാനിയേൽ, ട്രസ്റ്റി എസ് നൌഷാദ് ആറ്റിൻകര, ജൂണി തോമസ് കുതിരവട്ടം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 ആലപ്പുഴ. അമിതഭാരം കയറ്റിയതിന് തിരുവനന്തപുരത്ത് ഓട്ടോ ഡ്രൈവർക്ക് 20,000 രൂപ പിഴയിട്ട് മോട്ടോർ വാഹന വകുപ്പ്. തിരുവനന്തപുരം സ്വദേശി ശിവപ്രസാദനാണ് പിഴയിട്ടത്. വാഹനത്തിന് രൂപമാറ്റം വരുത്തുന്ന രീതിയിൽ ബോക്സ് കൊണ്ടുപോയി എന്നതാണ് പിഴയിടാനുള്ള കാരണമായി MVD പറയുന്നത്. കഴിഞ്ഞ 18-നാണ് തിരുവനന്തപുരം വെള്ളായണി സ്വദേശി ശിവപ്രസാദിന്റെ ഓട്ടോറിക്ഷയ്ക്ക് 20,000 രൂപ പിഴ ചുമത്തുന്നത്. പാസഞ്ചർ കാറ്റഗറിയിൽപ്പെടുന്ന വാഹനത്തിന് രൂപമാറ്റം വരുത്തുന്ന രീതിയിൽ ലോഡ് കയറ്റിയതിനാണ് പിഴ. വീട്ടാവശ്യത്തിന് വാഹനത്തിൽ അലുമിനിയം ബോക്സാണ് കൊണ്ടുപോയതെന്നും ഇത്രയും വലിയ തുക പിഴയടയ്ക്കാൻ കഴിയില്ലെന്നും ശിവപ്രസാദ്. എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബോക്സാണ് ഞാൻ കൊണ്ടുപോയത്. അത് ആ പെറ്റി വന്ന ഫോട്ടോയിൽ തന്നെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടിയാണ് 20,000 അയച്ചിരിക്കുന്നത്. എന്നെ പോലെ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഈ 20,000 രൂപ എന്ന് പറഞ്ഞാൽ മാസം വണ്ടി ഓടിയപ്പോൾ നമുക്ക് 20,000 ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിഴ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന് ശിവപ്രസാദ് പരാതി നൽകി. അതേസമയം ചട്ടപ്രകാരമാണ് പിഴ ചുമത്തിയതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. പിഴ ചുമത്തുന്നതിലടക്കം സംസ്ഥാനത്ത് എല്ലാ നിയമങ്ങളും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് വകുപ്പ് മന്ത്രി തന്നെ പറയുമ്പോഴാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ നടപടി. 24 തിരുവനന്തപുരം. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഫസീല കൊലപാതകത്തിന് പിന്നിൽ മുൻ വൈരാഗ്യം എന്ന് പോലീസ്. ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയായ അബ്ദുൾ സനൂഫിനെ കോഴിക്കോട് എത്തിച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തെളിവെടുപ്പ് നടക്കുക. ഫസീലയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ അബ്ദുൾ സനൂഫ് 84 ദിവസം ജയിൽവാസം അനുഭവിച്ചിരുന്നു. ജയിൽ മോചിതനായ ശേഷം കേസ് ഒത്തുതീർക്കാൻ ഫസീലയെ കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തി. ശ്രമം പരാജയപ്പെട്ടതോടെയായിരുന്നു ശ്വാസം മുട്ടിച്ചുള്ള ക്രൂരമായ കൊലപാതകം. ഇതിനുശേഷം കേരളം വിട്ട പ്രതി ബംഗളൂരുവിലും ചെന്നൈയിലുമായി ഒളിവിൽ കഴിയുകയായിരുന്നു. നിരന്തരമായിട്ട് വസ്ത്രങ്ങൾ ഓരോ സ്ഥലത്തും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഷർട്ടിൻ്റെ കളറോ മറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാമറയുടെ ഇതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നേരത്തെ ഇദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന 4 നമ്പറുകൾ, പോലീസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറുകൾ, ഈ നമ്പറുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതൊന്നും ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിരന്തരമായിട്ട് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഗൗഡ ചൗഡ എന്ന പേരിലുള്ള ഒരു ദക്ഷിണ കന്നഡയിലെ ഒരാളുടെ പേരിലുള്ള ഒരു സിം ഇദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലായി. പ്രതി ഫോൺ നമ്പർ മാറി ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതായും പോലീസ് പറയുന്നു. ചെന്നൈ ആവടിയിലെ ലോഡ്ജിൽ നിന്നാണ് സനൂഫിനെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡിലായ പ്രതിയെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. തുടർന്നാകും തെളിവെടുപ്പ്. 24 കോഴിക്കോട്. പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റുന്ന ജോലികളെ തുടർന്ന് 5 ദിവസം തിരുവനന്തപുരത്ത് കുടിവെള്ളം മുടങ്ങിയത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമെന്ന് ജല അതോറിറ്റിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട്. സംഭവത്തിൽ ജല അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ച് അഡീഷണൽ സെക്രട്ടറി വിശ്വനാഥ് സിൻഹ വിവരങ്ങൾ തേടി. മന്ത്രി റോഷി അഗസ്റ്റിനും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. 10 ലക്ഷം രൂപയിൽ താഴെയുള്ള പ്രവൃത്തിയായതിനാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർ ആരും വിവരമറിഞ്ഞിരുന്നില്ല എന്നാണ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. 44 വാർഡുകളിലെ 5 ലക്ഷത്തോളം ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ മേൽനോട്ടക്കുറവുണ്ടായി. ജലവിതരണം നടത്തണമെന്ന് കോർപ്പറേഷനോട് ആവശ്യപ്പെടാത്തത് ഗുരുതര വീഴ്ചയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിശദാന്വേഷണത്തിന് ടെക്നിക്കൽ മെമ്പറെ ചുമതലപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. വിഷയത്തിൽ സർക്കാരും ജല അതോറിറ്റിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വീഴ്ച കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും. പ്രശ്നം പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉയർത്തിയതോടെ കുടിവെള്ള വിതരണം നിർത്തിവെച്ചുള്ള അറ്റകുറ്റപ്പണികൾക്കും പൈപ്പ് പൊട്ടലുണ്ടാകുമ്പോഴുള്ള അടിയന്തര ജോലികൾക്കും പൊതുമാർഗനിർദ്ദേശം തയ്യാറാക്കും. നിർദ്ദേശങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യാഴാഴ്ച ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇനി ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഏകനാഥ് ഷിൻഡെ നിസ്സഹരണം തുടങ്ങിയതോടെ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ച വീണ്ടും പ്രതിസന്ധിയിൽ. മുഖ്യമന്ത്രി പദം വിട്ടു നൽകുന്നതിന് പകരമായി ആഭ്യന്തര വകുപ്പ് വേണമെന്ന കടുംപിടുത്തം തുടരുകയാണ് ഷിൻഡെ. തർക്കം തീർന്നില്ലെങ്കിലും ഡിസംബർ 5 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി പദം ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെ നൽകാമെന്ന് ധാരണയായിട്ടുണ്ടെങ്കിലും മന്ത്രിസഭയിലെ വകുപ്പുകളുടെ വിഭജന കാര്യത്തിലാണ് കടുത്ത തർക്കം. ആഭ്യന്തര വകുപ്പിനെ ചൊല്ലി BJPയും ശിവസേനയും കടുംപിടുത്തം തുടരുന്നു. ധനകാര്യ വകുപ്പിൽ അജിത് പവാറും ഉറച്ചുതന്നെയാണ്.
ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന മട്ടിലാണ് ഏക്നാഥ് ഷിൻഡെ. ഇന്നലെ മുന്നണി യോഗം വിളിച്ചിരുന്നെങ്കിലും പങ്കെടുക്കാതെ ഷിൻഡെ സ്വദേശമായ സത്താരയിലേക്ക് പോയി. അതേസമയം സമവായമുണ്ടായില്ലെങ്കിലും വ്യാഴാഴ്ച മുംബൈയിലെ ആസാദ് മൈതാനിൽ വൈകിട്ട് 5 മണിയോടെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കും. ദേവേന്ദ്ര ഫട്നാവിസിന് പകരം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP പരിഗണിക്കുന്നുണ്ടെന്ന വാർത്തകൾ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മെഹ്വാൽ തള്ളി. 24 മുംബൈ. ബംഗളൂരുവിൽ അസം സ്വദേശിയായ വ്ളോഗറെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന് പ്രതി ആരവിന്റെ മൊഴി. മായാ ഗൊഗോയ്ക്ക് മറ്റ് പ്രണയബന്ധമുണ്ടോ എന്ന ആരവിന് സംശയമുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. ഡേറ്റിംഗ് ആപ്പ് വഴിയുള്ള ഇരുവരുടെയും പരിചയം പ്രണയബന്ധമായി വളർന്നു. സമീപകാലത്ത് ആരവ് കൂടുതൽ സമയം ഫോണിൽ സംസാരിച്ചത് മായയോടാണെന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. എന്നാൽ ഇതിനിടെ മായയ്ക്ക് മറ്റ് പ്രണയബന്ധമുണ്ടോ എന്ന സംശയം ആരവിൽ ഉടലെടുത്തിരുന്നു. അപ്പാർട്ട്മെന്റിലെ മുറിയിൽ വെച്ച് ഇക്കാര്യത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായെന്നാണ് ആരവിന്റെ മൊഴി. തുടർന്ന് മായയെ അപായപ്പെടുത്താൻ തീരുമാനിച്ചു. ഇതിനായി കത്തിയും കയറും ഓൺലൈനിലൂടെ ഓർഡർ ചെയ്ത് റൂമിലെത്തിച്ചു. കൃത്യം നടപ്പാക്കിയതിനു ശേഷം താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നാണ് ആരവിന്റെ മൊഴി. മുറിയിലെ ഫാനിൽ തൂങ്ങി ജീവനൊടുക്കാനുള്ള ശ്രമം നടക്കാതെ വന്നതോടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് ചോദ്യം ചെയ്യലിൽ പ്രതി പറഞ്ഞത്. എന്നാൽ ആരവിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ആരവിന്റെ സമീപകാലത്തെ മൊബൈൽ ഫോൺ വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. 24 ബംഗളൂരു. അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തോൽവി. പാകിസ്ഥാനോട് 43 റൺസിന് ഇന്ത്യ തോറ്റു. 282 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 238 റൺസിന് ഓൾ ഔട്ടായി. 67 റൺസ് എടുത്ത നിഖിൽ കുമാറാണ് ഇന്ത്യൻ നിരയിലെ ടോപ്പ് സ്കോറർ. മലയാളി താരം മുഹമ്മദ് ഇനാൻ പുറത്താകാതെ 30 റൺസ് നേടി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 281 റൺസ് നേടിയത്. 159 റൺസ് എടുത്ത ഷഹസീബ് ഖാനാണ് കൂറ്റൻ സ്കോർ നേടാൻ പാകിസ്ഥാനെ സഹായിച്ചത്. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ നികുതി ക്രമക്കേട് നടത്തിയെന്ന് ആദായ നികുതി വകുപ്പ്. ED നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. പറവ ഫിലിംസിലെ മറ്റ് നിക്ഷേപകരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് ആദായ നികുതി വകുപ്പിന്റെ നീക്കം. കഴിഞ്ഞ 2 ദിവസമായി കലൂരിലെ പറവ ഫിലിംസിന്റെ ഓഫീസിൽ നടക്കുന്ന ആദായ നികുതി വകുപ്പ് റെയ്ഡിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. നടൻ വരുമാനം കുറച്ചു കാണിച്ചതായി ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നു. നികുതി വെട്ടിപ്പിന്റെ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് ED ആണ് കൈമാറിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. ED കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് നടന്നതായി സംശയം ഉയർന്നത്. നിലവിലെ അന്വേഷണം മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ മാത്രം കേന്ദ്രീകരിച്ചല്ല പുരോഗമിക്കുന്നതെന്നാണ് വിവരം. ഡ്രീം ബിഗ് ഫിലിംസ് ഉടമ സുജിത്, റോഡ്വേ വാഹന വിൽപ്പന സ്ഥാപനത്തിന്റെ ഉടമ നജത്ത് എന്നിവർക്ക് പറവ ഫിലിംസിൽ നിക്ഷേപമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പറവ ഡ്രീം ബിഗ് നിർമ്മാണ കമ്പനികൾക്ക് കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പണം നൽകിയതെന്നും ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുമാണ് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നത്. ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. CPIM നേതാവ് BJPയിൽ ചേർന്നത് കേക്ക് മുറിച്ചാഘോഷിച്ച് DYFI നേതാക്കൾ. പാർട്ടി വിട്ട നേതാവിനെ രൂക്ഷമായി വിമർശിച്ച് DYFI മേഖലാ സെക്രട്ടറി ശ്രീജിത്ത്. CPIM മുൻ ഏരിയ കമ്മിറ്റി അംഗം വിപിൻ സി ബാബുവാണ് CPIM വിട്ട് BJPയിൽ ചേർന്നത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, BJP പ്രവർത്തകർ ഇന്ന് വലിയ സ്വീകരണം നൽകാനിരിക്കുകയാണ്. വൈകിട്ട് DYFI പ്രവർത്തകർ പത്തിയൂരിൽ ഈ വിപിൻ സി ബാബു CPIMന്റെ മുൻ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇദ്ദേഹം പാർട്ടി വിട്ട് ഇന്ന് രാവിലെയാണ് CPIM വിട്ട് BJP ചേർന്നത്. പാർട്ടി വിട്ടതിൽ ആഘോഷം പ്രകടിപ്പിച്ച ഇന്ന് പത്തിയൂരിൽ കേക്ക് മുറിച്ച് ആഘോഷം സംഘടിപ്പിച്ചത്. പത്തിയൂർ DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. ഒപ്പം തന്നെ പാർട്ടി വിട്ടുകൊണ്ട് പോയത് കൊണ്ട് പാർട്ടിക്ക് അത് നല്ല കാര്യമാണെന്നും ഒപ്പം തന്നെ ഇതിന് പാർട്ടി ഇത്തരത്തിൽ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയതിൽ പാർട്ടി പ്രതികാരം ചെയ്യുന്നതടക്കമുള്ള ഭീഷണി കൂടി മുഴക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഈ നേതാവ് പാർട്ടി വിട്ട സംഭവങ്ങളിൽ കൂടുതൽ പ്രതിഷേധവും ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കായംകുളത്ത് വരുന്ന ആഴ്ചയാണ് CPIMന്റെ ഏരിയ സമ്മേളനം. ആ ഏരിയ സമ്മേളനത്തിനടക്കം വലിയ വിമർശനങ്ങൾ നേതൃത്വത്തോടക്കം ഉണ്ടാകും. പത്തിയൂരിൽ കഴിഞ്ഞ 5 തവണയായി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ പാർട്ടി വിട്ട വിപിൻ സി ബാബുവിന്റെ മാതാവ്. അത് പാർട്ടി കോട്ട തന്നെയാണ് പത്തിയൂർ. ഇത്തവണ കായംകുളത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിക്ക് LDFന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നു വോട്ട് ശതമാനത്തിൽ. അത്തരം
ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ ചർച്ച. അതിനിടയിലാണ് ഈ പാർട്ടി വിട്ട നേതാവിന്റെ പ്രതികരണം, ഒപ്പം തന്നെ ഇതിനിടെ ആഘോഷ ശരി പരിപാടി. മനീഷ് മൈബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 റൗണ്ടപ്പ് പൂർത്തിയാകുന്നു.